എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട്. പക്ഷേ ഇതിനകത്ത് എന്താ പറയുക, എന്നെ ഒരു ആകർഷിക്കണം ഇവിടുത്തെ ഒരു ക്യാമറ ലൊക്കേഷനാണ്. തൊടുപുഴ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ആ വെള്ളച്ചാട്ടം. പിന്നെ മാത്യൂസിൻ്റെ നല്ല നല്ല കോമഡി ഭാഗങ്ങൾ. പിന്നെ ഇതിനകത്ത് ഒരു ഷൈൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. എനിക്ക് ആ ചേട്ടനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അവർ രണ്ടുപേരായിട്ടുള്ള കെമിസ്ട്രി കാര്യങ്ങളൊക്കെ, ഒരു ലവ് സീനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നല്ലൊരു സിനിമ. എനിക്കൊന്ന് കൂടുതൽ കുട്ടികൾക്ക് അട്രാക്ഷൻ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ഈ ലവ്ലി എന്ന് പറയുന്നത്. എന്തായാലും ഇൻ്റർവ്യൂ വളരെ മനോഹരമായിട്ടുണ്ട്. പക്ഷേ 3D കുറച്ചും കൂടെ ആക്കാമായിരുന്നു. വേറെ ഒരു ഇതുണ്ട്. പക്ഷേ ഈച്ച വരുമ്പോൾ മാത്രം 3D എഫക്റ്റഡൊക്കെ കൊള്ളാം. കുറച്ചും കൂടെ ഒന്ന് കൂട്ടി വെക്കാമായിരുന്നു. ഡയറക്ഷനൊക്കെ നല്ല ഡയറക്ഷനാണ്. ഞാൻ പറഞ്ഞില്ല, തൊടുപുഴ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആ ഒരു ഷൈൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം, ആ ചേട്ടനെ തെരഞ്ഞെടുത്തിൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. പിള്ളേർക്ക് കാണാൻ പറ്റുന്ന കോമഡി ആയിരുന്നു. ഈച്ചയുടെ കോമഡി എങ്ങനെ ഉണ്ടായിരുന്നു? ആണല്ലോ. എങ്ങനെയുണ്ട് അവിടെ? നല്ല പടം, നല്ല പടം. എങ്ങനെയുണ്ട് 3D ഒക്കെ? എങ്ങനെയുണ്ട്? അകത്തൂടെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. 3D ഒക്കെ എങ്ങനെയുണ്ട്? 3D വലിയ കുഴപ്പമില്ല. എന്നാലും അത് അങ്ങോട്ടേക്ക് മനസ്സിലാവുന്നില്ല ഏത് ജോണറിലെ പടമാണെന്ന്. അങ്ങോട്ട് മനസ്സിലായില്ല. ഒന്നുകൂടെ കാണണം. അല്ല, ഇത് ഏതുതരം പ്രേക്ഷകരെ ഉദ്ദേശിച്ചെന്ന് അങ്ങോട്ടേക്ക് മനസ്സിലായില്ല. കഥയൊന്നുമില്ല, സ്റ്റോറിയൊന്നുമില്ല. ജസ്റ്റ് ഒരു ഫാന്റസി മൂവി, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. എങ്ങനെയുണ്ട് 3D ഒക്കെ? എങ്ങനെയുണ്ട്? 3D വലിയ സെറ്റപ്പൊന്നുമില്ല. 3Dയും കൊള്ളാം, 3D വർക്ക്സും കൊള്ളാം, ടൈറ്റിൽ കാർഡും കൊള്ളാം. 3D വർക്കായിട്ടുണ്ട്. 3D കമാരുണ്ടായിരുന്നു. പക്ഷേ സ്റ്റോറി ഒന്നുമില്ല. ആവറേജ് ഒരു ഷോർട്ട് ഫിലിമിന്റെ സ്റ്റോറി ഉള്ളൂ. ഈച്ച കാണിക്കുന്നുണ്ടല്ലോ, അതെങ്ങനെയുണ്ട്? 3D വർക്ക്സ് നന്നായിട്ട് കൊള്ളാം. ബട്ട് നമുക്ക് ആ ഹീറോ ഈച്ചായിട്ടുള്ള കണക്ഷൻ ഒന്നും അത്ര എൻഗേജിംഗ് ഒന്നുമല്ല. നമുക്ക് ഫീൽ ഒന്നും വരുന്നില്ല. ജസ്റ്റ് കണ്ടുപോകുന്നില്ല. ഒന്നുമില്ല പടത്തിൽ. എന്തോ തുടക്കം മുതൽ ചുമ്മാ കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ലാഗ് ഫീൽ ചെയ്യുന്നു. എനിക്ക് ഉറക്കമൊക്കെ വന്നിരുന്നു. സിനിമാറ്റോഗ്രാഫി ആശിക്ക് പോയി കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ അല്ല, പടത്തിലൊരുമാതിരി സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. പിന്നെ ഈച്ചയുടെ VFX ആ സാധനം കൊള്ളായിരുന്നു. അത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല പടത്തിൽ. പിന്നെ ഒരു ഗ്രേസും ഷൈനും 2 കഥാപാത്രങ്ങളുണ്ടായിരുന്നു. അത് ഇച്ചിരി കോമഡിയാണ്. പക്ഷെ അവരുടെ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല പടത്തിൽ. ഒന്നുമില്ല, ചുമ്മാ ഒരു കുഴപ്പമില്ല. പക്ഷേ ആ ഒരു കോട്ട് സീൻ കൊള്ളായിരുന്നു. ഒരു കോട്ട് സീൻ ഉണ്ട് മറ്റേ മരാജ് ഖാൻ്റെ, ആ ഒരു കോട്ട് സീൻ കൊള്ളായിരുന്നു. അല്ലാതെ വേറൊന്നും ഇല്ല പടത്തിൽ. എടുത്തൊക്കെ ഒന്നുമില്ല. ബാബുരാജും അത് പുള്ളിക്കാരൻ വരുമ്പോഴും പോകുമ്പോഴും ഒന്നുമില്ല. ഇതിനാണ് ചുമ്മാ ഒരു 2-3 സീൻ പറയിപ്പിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുപോകുന്നത്, അത്രേ ഉള്ളൂ. അല്ലാതെ ഒന്നും ഇല്ല പടത്തിൽ. എങ്ങനെയുണ്ട് പടം ലവ്ലി? എങ്ങനെയുണ്ടെന്ന് വെച്ചാലേ, മാത്യുവിൻ്റെ സിനിമ ആയതുകൊണ്ടാണ് വന്നത് കാണാൻ. 3D, പ്രത്യേകിച്ച് 3D ആണല്ലോ. അപ്പം 3Dയുടെ ഒരു എഫക്റ്റ് എനിക്ക് പടത്തിനകത്ത് തോന്നിയിട്ടില്ല. പിന്നെ ഇതിനകത്തൊരു ഈച്ചയെ കാണിക്കുന്നുണ്ട്. അത് ഇൻ്റർവ്യൂവിന് തൊട്ട് മുമ്പാണ് ഈച്ചയെ കാണിക്കുന്നത്. അപ്പോൾ അവർ ഈച്ചയെ കാണിക്കുന്ന സമയത്ത് ആ ഒരു 3D വർക്കായിട്ടുണ്ട്. നോർമലി ഇതൊരു 2D ചിത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിനകത്ത് 2 കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അവർ കോമഡി പറയാൻ ശ്രമിക്കുന്നുണ്ട്, നമ്മൾ ചിരിക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊന്ന് കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു ചിത്രമായിട്ടായിരിക്കും തോന്നുന്നത്. പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഇനി പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചിട്ടൊന്നും പറയില്ല. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ.